എല്ലാരും എന്നെ കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. അതെന്തേലും എന്റെ പ്രൊഡക്റ്റ് എല്ലാം അടിപൊളിയായിരിക്കും അല്ലേ? അടുത്ത പ്രൊഡക്റ്റ് കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വാങ്ങാലോ. എന്തായാലും ഞാൻ നല്ലൊരു പ്രൊഡക്റ്റ് കൊണ്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ മുട്ടുവേദന ഉണ്ടെന്ന് പറഞ്ഞില്ല, മുട്ടുവേദന മാറാൻ നല്ലൊരു കുഴമ്പും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല പ്രൊഡക്റ്റാ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അമ്മേ ഇങ്ങോട്ട് വാ. വന്നേ കാണോട് ഞാൻ നീതിക്ക് എന്ത് വരണം കൊണ്ടാ വന്നേ മുടിയില്ലതേ ഇപ്പം ബീച്ച് പാലായി വെളിച്ചെണ്ണ വെച്ചതായി എടുക്കാം ഓക്കെയാണ്. അയ്യോ, ഞാൻ വിചാരിച്ചില്ല. പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ അത് എഫക്ട് ചെയ്യുക. ഈ ചേച്ചിക്ക് അങ്ങനെയായിരിക്കും എഫക്ട് ചെയ്ത. പക്ഷെ ഞാൻ ഇപ്പൊ കൊണ്ടുവന്ന മരുന്ന് ഞാനിതാ സാറിന് കാണിച്ചു കൊടുത്തിന്. നല്ല എഫക്റ്റബിൾ ആയിട്ടുള്ള എല്ലാവരുടെ ശരീരത്തിൽ എഫക്ട് ചെയ്യുന്ന മരുന്നായിരുന്നു. കാലുവേദന, മുട്ടുവേദന എന്ന് പറഞ്ഞ എല്ലാ അസുഖവും മാറും. ഇതെന്തായാലും നിങ്ങൾ വാങ്ങിക്കും. ഇതിനെ കൊണ്ടൊരു ദോഷവും വരൂല. വേണ്ടേ അച്ഛാ, ഓരോന്ന് വാങ്ങി പെരട്ടിയിട്ട് ഉള്ള കാലിന് നടക്കുന്ന കൂടി ഇല്ലാണ്ടായി. ഇവിടെ ഒരു മരുന്നും തന്നില്ല. നീ കൊണ്ടുവന്ന മരുന്നല്ലേ ഈ മരുന്ന് എനിക്ക് വേണ്ട. ഇനി എന്റെ ഒരു മരുന്നും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ട. ഞാനിട്ട് വരട്ടില്ല. വേണ്ടെങ്കിൽ വേണ്ട. എന്താ നിങ്ങള് കാലുവേദന മാറുവേദന ഞാൻ നിങ്ങൾക്ക് കൊണ്ടുതന്നെ. അത് വേണ്ടെങ്കിൽ എന്നാ വേണ്ട. എന്നാ ഒരു ഗ്ലാസ് വെള്ളം തരുവാ. വെള്ളമല്ലേ ഞാൻ കയറില്ല. ഞങ്ങൾക്ക് മറ്റിട്ടായ ഒരു ഇതുമില്ല. ഞാൻ ഉണ്ടാക്കി കൊടുക്കാം വെള്ളം കേട്ടാ. വെള്ളം താങ്ക് യു. ഗ്ലാസ് വെള്ളത്തിന് എന്താ ഒരു വേറെ ടേസ്റ്റ്. നിങ്ങൾ എന്തിട്ടിട്ട് അത് കലക്കിയേ? എന്തെന്നാ സാധനം? കുടിക്കുമ്പോ ഒന്നുമില്ല. ഇനിയിപ്പൊ വയറ്റിന് എന്തെല്ലാം ആകുന്നു. ഞാകല്ലേ അവള് കളിക്കേ. ഞാനൊന്ന് ബാത്റൂമിൽ പോയിക്കോട്ടെ. എവിടെയാ ബാത്റൂം ഉള്ളത്? വേഗം ഒന്നും ഇവിടെ വെക്കുന്നുണ്ട് കേട്ടാ. ഞാൻ ഇപ്പൊ വേഗം പോയിട്ട് വരാം. വേഗം ഓക്ക് കൊടുക്കണ്ട. ഓള് നമ്മളെ കൊറേ പറ്റിച്ചല്ല. അങ്ങനെയൊന്നും വേണ്ട. അതങ്ങ് കൊടുത്തേക്ക്. ഫോട്ടോ ഇടയ്ക്ക് വെറുതെ അവളെ വേഗം വാങ്ങി വെച്ചിട്ട് മാറ്റിക്കുന്ന പരിപാടിയാണ് വേണ്ടേക്കും. ഇതിലൂടെ പോട്ടെ. വേഗം പോകും. വേണ്ട, കുറച്ചു നേരമെങ്കിലും ഇത് ഇവിടെ എന്റെ അടുത്ത് ഒന്ന് പേടിപ്പിക്കണം. ലച്ചുവിന്റെ വീടാണോ? ഒരു പാർസൽ ഉണ്ട്.
വാട്സപ്പിൽ കണ്ടേ. ഓള് വാങ്ങുന്നുണ്ട് തോന്നുന്നത്. ഓളെ കയ്യിലതാ ഓള് വാങ്ങിയത്. ഇതില് നമ്പർ ഉണ്ടല്ലോ ഓളെ. ഓക്കുള്ള പണി ഞാൻ ഫോൺ അടിക്കുന്നുണ്ടല്ലോ. ഇതാരാണ്? ഹലോ, ഇത് ലച്ചു അല്ലേ? ആ, എന്റെ ബാഗ് മോഷ്ടിച്ചത് നീയാന്ന് നിനക്ക് മനസ്സിലായില്ലേ കേട്ടാ. എന്തായാലും നിന്റെ 45,000 ഫോൺ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ എന്റെ ബാഗും കൊണ്ട് എന്റെ വീട്ടിലേക്ക് വന്നു. അപ്പൊ ഓക്കെ. ഇല്ല, ഞാൻ എന്റെ ബാഗ് ഞാനിപ്പോ തരാം. അയ്യോ പോലെ പോലെ ഞാൻ ബാഗ് തരാം. അയ്യോ, ഓളെന്റെ 45,000 ഫോണും കൊണ്ടുപോയി. ആ ഫോണ് വേണേ ഇനി ഓളവിടെ ചെല്ലണി ഈ ബാഗും കൊണ്ട്. എന്റെ ഈശ്വരാ, ഇനി എന്താ ചെയ്യാ?